അക്ഷര നഗരിയുടെ രാജവീതികൾക്ക് പുളകച്ചാർ തണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കിടന്നു വരുന്നു. ഭാരത കേസരി അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും കാരുണ്യനാഥനുമായ KM മാണി സാറിന്റെ രാഷ്ട്രീയ പൈതൃകം പിന്തുടരുന്ന കേരള യൂത്ത് ഫ്രണ്ട് തടിയൻകോട്ട പീഡികത്തിന്മയിൽ ഹൃദയം പൊട്ടി മരിച്ച PT ചാക്കോ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് PT ചാക്കോയുടെ രാഷ്ട്രീയ പൈതൃകം പിന്തുടരുന്ന കേരള യൂത്ത് ഫ്രണ്ട് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകുന്ന യുവരോഷാഗ്നി രാജ്യവീതികൾക്ക് വളർച്ചാർ പണിയിച്ചുകൊണ്ട് കിടന്നിരുന്നു. ഈ മഹാസമ്മേളനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യരായ ചെയർമാൻ കെ മാണി MP അവர்கள் ഉദ്ഘാടനം ചെയ്യും. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കുവാൻ കേരള സംസ്ഥാനത്തിന് ധനസഹായം നിക്ഷേപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചാഴികാടൻ നേതൃത്വം നൽകുന്ന രാജവീതികൾക്ക് പുറകച്ചാർത്തറിയിച്ച് നഗരിയുടെ തിരുമുറ്റമായ കോട്ടയത്തിന്റെ രാജവീതികളിലൂടെ കിടന്നുപിടിക്കുകയാണ്. കോട്ടയം ഗാന്ധി സ്ക്വയറിൽ ചേരുന്ന പൊതുസമ്മേളനം കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ ചെയർമാൻ കെ മാണി MP അവർ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കുവാൻ കേരള സംസ്ഥാനത്തിന്റെ ധനസഹായം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യുവരോഷാഗ്നി കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചാഴികാടൻ നേതൃത്വം നൽകുന്ന യുവരോഷാഗ്നി നഗരിയുടെ തിരുമുഖ്യമായ കോട്ടയത്തിന്റെ രാജ്യവേദികൾക്ക് ധനകച്ചാർത്തണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കിടന്നു. കേന്ദ്രം ഭരിക്കുന്നു BJPക്ക്. യൂത്ത് ഫ്രണ്ടിൻ പ്രതിഷേധം.
വീതികളുടെ സിദ്ധാന്തത്തിന്റെ രാഷ്ട്രീയ പൈതൃകം പിന്തുടരുന്ന കേരള യൂത്ത് ഫണ്ട് അറിയപ്പെട്ട പീഡികത്തിനിടയിൽ ഹൃദയം പൊട്ടിമരിച്ച PT ചാക്കോ എന്ന കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവിന്റെ ഹൃദയ തുടിപ്പുകളെ നെഞ്ചേറ്റുവാങ്ങിയ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന യുവരോഷാഗ്നി അക്ഷരനഗരിയുടെ തെരുമുറ്റമായ കോട്ടയത്തിന്റെ രാജവീതികൾക്ക് പുള്ളകച്ചാർത്തണിയിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കിടന്നു വരുന്നു. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരന്മലയിലുമുണ്ടായ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കുവാൻ കേരള സംസ്ഥാനത്തിന് ധനസഹായം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമരക്കാരൻ ചെറിയ ചാടികാരൻ നേതൃത്വം നൽകുന്ന യുവരോഷാഗ്നി രാജവീതികൾക്ക് പുളകച്ചാർത്തണിയിച്ച് അക്ഷരനഗരിയുടെ തിരുമുറ്റമായ കോട്ടയത്തിന്റെ രാജപഥങ്ങളിലൂടെ കടന്നു വരികയാണ്. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരന്മലയിലുമുണ്ടായ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കുവാൻ കേരള സംസ്ഥാനത്തിന് ധനസഹായം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമരക്കാരൻ ചാടികാരൻ നേതൃത്വം നൽകുന്ന അക്ഷരനഗരിയുടെ തിരുമുറ്റമായ കോട്ടയത്തിന്റെ രാജവീതികളിലൂടെ കടന്നു വരികയാണ്. അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരോഗ്യനാഥനുമായ രാഷ്ട്രീയ പൈതൃകം പിന്തുടരുന്ന കേരള യൂത്ത് ഫ്രണ്ട് അടിയമ്പാട്ട പീഡികത്തിനിടയിൽ ഹൃദയം പൊട്ടി മരിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് PT ചാക്കോയുടെ രാഷ്ട്രീയ പൈതൃകം പിന്തുടരുന്ന കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ ചെറിയക്ക് ചാടികാടൻ നേതൃത്വം നൽകുന്ന യുവരോഷാഗ്നിയാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരുന്നത്. ഈ മഹാസമ്മേളനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ അനാഥനായ ചെയർമാൻ ജോസ് കെ മാണി MP അവர்கள் ഉദ്ഘാടനം ചെയ്യും. ഈ മഹാസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ വൈസ് ചെയർമാൻ തോമസ് ചാടികാടൻ XMP, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ സ്റ്റീഫൻ ജോർജ് XMLA, അഡ്വക്കേറ്റ് അലക്സ് ടോമിമല, ശ്രീ സണ്ണി തെക്കേളം, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോക്കസ് മാത്യു അവர்கள், കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സാജൻ തുടുകയിൽ, യൂത്ത് ഫ്രണ്ടിന്റെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഷെയ്ഖ് അബ്ദുള്ള, ബിജു വൃന്ദാവൻ, സുനിൽ കയ്യപ്പള്ളി, അജിത സോണി, ആൽവിൻ ജോർജ്, സിജു മാധോസം, ടോബി തൈപ്പറമ്പിൽ, അനൂപ് കെ ജോൺ തുടങ്ങിയവർ സംസാരിക്കും. സമരപന്തലിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനായ പാർട്ടിയുടെ ചെയർമാൻ ഇവിടെ എത്തിച്ചേരുകയാണ്. വാക്യങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വീകരിക്കാം. കേരള കോൺഗ്രസ്
കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ ചെയർമാൻ ജോസ് കെ മാണി, അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും കാരുണ്യനാഥനുമായ KM മാണി സാറിന്റെ പുത്രൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ ചെയർമാൻ ജോസ് കെ മാണി വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. അവകാശ സമര പോരാട്ടത്തിന്റെ തീച്ചൂളയിൽ ഊന്നിക്കാറ്റിയ വെള്ളി നക്ഷത്രം എണ്ണിയാലൊടുക്കാത്ത സമരപഥങ്ങളിലെ സമരനായകൻ ജോസ് കെ മാണി കടന്നു വരികയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ ചെയർമാൻ ജോസ് കെ മാണി MP കടന്നു വരികയാണ്. പത്തരമാറ്റിന്റെ രംഗത്തിലകവുമായി ജോസ് കെ മാണി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആരാധ്യനായ ചെയർമാൻ കടന്നു വരികയാണ്. ഈ മഹാസമ്മേളനം വയനാട്ടിലെ മണ്ഡലത്തിൽ ചൂരന്മലയിലുമുണ്ടായ പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കുവാൻ യൂത്ത് ഫ്രണ്ടിന്റെ മുഴുവൻ സമരഭടന്മാരും എല്ലാവരും ഈ പന്തലിന് ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഈ ഫ്രണ്ടിൽ നൽകുന്ന മുഴുവൻ യൂത്ത് ഫ്രണ്ട് നേതാക്കളും ഒരുക്കി കൊടുക്കണം. എല്ലാവരും ഈ പന്തലിനുള്ളിലേക്ക്, യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കൾ എല്ലാവരും ഈ പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ സമര പന്തലിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരരെല്ലാം ഈ രീതിയിലേക്ക് കടന്നിരിക്കണം. പ്രിയമുള്ളവരെ, ഈ വേദിയിലേക്ക് കടന്നിരിക്കണം. സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. വയനാട്ടിലുണ്ടായ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദുരന്തം പിന്നിട്ടിട്ട് ഏകദേശം 4 മാസം പിൻപിടുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നയാ പൈസ സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അടിയന്തര സഹായമോ നമ്മുടെ വായ്പ എഴുതി തള്ളുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോലുമോ കടക്കാതെ സംസ്ഥാനങ്ങൾ കേരളത്തെ രാഷ്ട്രീയമായി തന്നെ കേരള യൂത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്രം, സുസ്ഥിരമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന മുദ്രാവാക്യം പ്രിയപ്പെട്ട ശ്രീ KM മാണി സാർ അധ്വാനവർഗ സിദ്ധാന്തത്തിലൂടെ വിഭാവനം ചെയ്ത ആ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങൾ പോലും നമ്മുടെ തട്ടിക്കളയുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ പ്രതിഷേധത്തിന് ഈ യോഗം അധ്യക്ഷത വഹിക്കുന്നത് കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സിറിയക് ചാലിക്കാടാണ്. ഈ സമരനായകൻ ശ്രീ സിറിയക് ചാലിക്കാടിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയങ്കനായ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയങ്കനായ കേരള കോൺഗ്രസ് എമ്മിന്റെ അമരക്കാരൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി സാറാണ്. ഈ വയനാട് വിഷയമുണ്ടായ സമയത്ത് ദേശീയ തലത്തിലേക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ആ ശബ്ദം ഉയർത്തിയത് നമ്മുടെ പ്രിയങ്കനായ പാർട്ടിയുടെ ചെയർമാനാണ്. അതുപോലെ തന്നെ ദുരന്തമുഖത്തേക്ക് ആദ്യം ഓടിയെത്തിയതും തന്റെ MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഈ ധനസഹായമായി ഈ വയനാടിന് വേണ്ടി, മുലങ്ങാടിന് വേണ്ടി നീക്കിവെച്ച പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കനായ ചെയർമാൻ ജോസ് കെ മാണി സാറിന് ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പ്രിയങ്കനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് കോരിമല, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഞ്ജീവ് കേരളം, പാർട്ടിയുടെ പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ശ്രീ സാജൻ ദുർഗ ഉൾപ്പെടെയുള്ള യൂത്ത് മുഴുവൻ ഭാരവാഹി, സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഹൈക്കോർ കമ്മിറ്റി അംഗം ശ്രീ വിജയം തോമസ്, പ്രിയപ്പെട്ട ശ്രീ ജോസഫ് ചാമക്കാര ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ, യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള എല്ലാ യൂത്ത് ഫ്രണ്ടിന്റെ സഹപ്രവർത്തകർക്കും ഈ സമരത്തെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട പൗരാവലിക്കും കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സിറിയക് ചാലിക്കാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിക്കും കേരള യൂത്ത് ഫ്രണ്ടിനും അഭിമാനകരമാകുന്ന വിധത്തിൽ ഒരു പോരാട്ടത്തിന്
ഇന്ന് ഇവിടെ സംസ്ഥാന തലത്തിൽ തുടക്കം കുറിക്കുകയാണ്. കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ യുവ രോഷാഗ്നിക്ക് പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാൻ തിരിതെളിക്കുകയാണ്. കേരള യൂത്ത് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളമെമ്പാടുമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം കേരള യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകരും മുഴുവൻ നേതാക്കളും അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം കേരളത്തിലെ കർഷക ജനതയുടെ ഏതൊരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും അവർക്ക് കൈത്താങ്ങായിട്ട് ഈ കേരളത്തിൽ ഒരു നേതാവുണ്ട് എങ്കിൽ കേരളത്തിലെ യുവ നേതാവായി പ്രിയപ്പെട്ട ജോസ് കെ മാണിയുടെ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ഒരുപാടുമുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് വയനാട് പോലെ വലിയ ദുരന്തമുണ്ടായപ്പോൾ ഈ BJP സർക്കാർ ഇവിടെ തിരിഞ്ഞു പോലും നോക്കാതെ പാർലമെന്റിന്റെ സാധാരണ പ്രൊസീജിയറുകൾ തുടർന്നു പോകുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ കേരള ജനത വീക്ഷിച്ച ഒരു കാര്യമുണ്ട്. അവിടെ വലിയ പ്രക്ഷോഭം തീർത്തുകൊണ്ട് ഈ കേരളത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ വയനാടിന് വേണ്ടി ആദ്യമായി ശബ്ദമുയർത്തിയ നേതാവ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കർഷക വിഷയങ്ങൾ ഏതെടുത്താലും ആ വിഷയങ്ങൾ ഓരോന്നായിട്ട് ഈ മേഖലയിലാകെ ആദ്യം ഉന്നയിക്കുക മാത്രമല്ല, ബഫർ സോണിന്റെ വിഷയം മുതൽ ഇങ്ങോട്ട് ബഫർ സോൺ വിഷയം എംപവേർഡ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ക്രിയാത്മകമായ ഒരു സൊല്യൂഷൻ ഈ രാജ്യത്തിന് നിർദ്ദേശിച്ചൊരു നേതാവുണ്ടെങ്കിൽ അത് ജോസ് കെ മാണിയാണ് എന്ന് ഓർക്കുമ്പോൾ കേരള യൂത്ത് ഫ്രണ്ട് അഭിമാനിക്കും. ഞാൻ ദീർഘമായ ഒരു സംഭാഷണത്തിലേക്ക് മുതിരുന്നില്ല. ഇന്ന് ഈ സമ്മേളനത്തില് സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളുടെ ഒരു സംഗമവേദിയായി ഇന്ന് ഇവിടെ ഇത് മാറിയിരിക്കുക. എല്ലാ മേഖലകളിൽ നിന്നും യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് ഇവിടെ ഒരു യുവ രോഷാഗ്നിക്ക് തിരിതെളിക്കുമ്പോൾ ആ യോഗത്തിന് നേതൃത്വം നൽകുവാനായി, അത് ഉദ്ഘാടനം ചെയ്യുവാനായി വലിയ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ തന്നെ ഞങ്ങളോടൊപ്പം എത്തി എന്നുള്ളത് ഞങ്ങൾ യൂത്ത് ഫ്രണ്ടുകാർക്ക് വലിയ സന്തോഷം നൽകുന്നു, വലിയ പ്രചോദനം നൽകുന്നുകൊണ്ട് ഇവിടെ ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആമുഖമായി ഒരു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി യൂത്ത് ഫ്രണ്ടിന്റെ ചുമതലയുള്ള പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കൊഴിമല സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും നമ്മുടെ ഏറ്റവും ആദരണീയരായ പാർട്ടിയുടെ വൈസ് ചെയർമാൻ തോമസ് ചാഴികാട് MP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം. ആദരണീയരായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സാറ്, യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാഴികാട് ഉൾപ്പെടെ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള യുവ സുഹൃത്തുക്കൾ, കേരള യൂത്ത് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഭയാനകമായ ഒരു സാമൂഹിക അനീതിക്കെതിരെയുള്ള സമപോരാട്ടത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ എന്താണ് പാർലമെന്റിൽ വയനാടിന് വേണ്ടി ശ്രദ്ധിച്ചത്? അത് കേരളത്തില് ആ ദുരന്തമുണ്ടായതിനു ശേഷം ഇന്നും പാർട്ടി ചെയർമാന്റെ ശബ്ദം ആ വയനാടിന് വേണ്ടി നിന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദുരന്ത നിവാരണ ഫണ്ടുകൾ അനുവദിക്കപ്പെടപ്പെടുന്നു. സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തെ ഏറ്റവും കൂടുതൽ തടയപ്പെടുന്ന കേന്ദ്ര നയത്തിനെതിരെ ശക്തമായ പരിപാടികൾക്കാണ് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ചാഴികാടിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭം കുറിക്കുന്നത്. ഈ സമരത്തെ ആവേശകരമായ തുടക്കം കുറിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ഏറ്റവും ആദരണീയനായ പാർട്ടി ചെയർമാൻ, ഇതിന് ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമായി തീരുന്ന ആദരണീയനായ പാർട്ടി ചെയർമാൻ, ആ യൂത്ത് ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ചാഴിയുടെ നേതൃത്വത്തിൽ പോകുന്ന ഈ വലിയ ഒരു മുന്നേറ്റത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യുവരോഷാഗ്നി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് പാർട്ടിയുടെ ബഹുമാനായ ചെയർമാൻ ജോസ് കെ മാണി സാറിനെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാഴികാട്, ബഹുമാനായ ഓഫീസ് ജനറൽ സെക്രട്ടറി ശ്രീ കെ ഖാപ്പുള്ള, വേദിയിലുള്ള ബഹുമാനരായ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ ശ്രീ ജോസഫ് ചാമക്കാല, ശ്രീ വിജയൻ തോമസ്, ശ്രീ ശനിരക്കേളം,
ശ്രീ സാജൻ തൊടുക, ബഹുമാന ജില്ലാ പ്രസിഡന്റ് ശ്രീ ലോപ്പസ് മാത്യു സാറ്, വേദിയിലുള്ള ഏറ്റവും ബഹുമാനായ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാഴികാട്, ബഹുമാനായ അനസ് കോഴിമല, ശ്രീ ബഹുമാനായ യൂത്ത് ഫണ്ടിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ, ഓഫീസറുള്ള സെക്രട്ടറി ജില്ലയുടെ പാർട്ടിയുടെ ശ്രീ സെക്രട്ടറി വാർഡ് അടക്കമുള്ള യൂത്ത് ഫണ്ടിൻ്റെ സംസ്ഥാന നേതാക്കന്മാരെ, പ്രിയമുള്ളവരെ, സ്നേഹിതരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം 100 ദിവസം കഴിഞ്ഞിട്ടും കേന്ദ്രം അവിടെയുള്ള ആ ദുരിതം അനുഭവിച്ചവർക്ക് കേന്ദ്ര സഹായം എത്തിക്കുവാൻ ഒരു പൈസ പോലും തരാത്തതിനെതിരെ കേരള യൂത്ത് ഫണ്ട് നടത്തുന്ന രോക്ഷ സമരമാണ്. ഈ സമരം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെയോ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് ഫണ്ടിന്റെയോ സമരമല്ല. ഈ സമരം സൂചിപ്പിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ രോക്ഷമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത്. ഞാൻ ആദ്യമായി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ, പ്രത്യേകിച്ച് യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാഴികാടനെയും മറ്റ് ഭാരവാഹികളെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇത് നമുക്ക് അറിയാവുന്നതുപോലെ ഏത് കാര്യം കേരളത്തിന്റെ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന്റെ പരിഹാരമായി കേന്ദ്രമാണ് ഇടപെടേണ്ട ഒരു ഘട്ടത്തിൽ കേന്ദ്രം അനങ്ങാപ്പാറയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും കാണുന്നത്. ഇന്ന് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ആ ഭരണത്തിൽ രാജ്യത്തിന്റെ ഭൂപടത്തിൽ കേരളം എന്നുള്ള സംസ്ഥാനം ഉണ്ടോ എന്നാണ് ഇപ്പൊ കേരള ജനതയ്ക്ക് സംശയമുള്ളത്. കാരണം ഈ ദുരന്തമായിട്ട് മാത്രമല്ല, ഇന്ന് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗം എടുത്തു നോക്കിയാൽ അതിനകത്ത് കേരളം എന്നുള്ള സംസ്ഥാനം ഒരിക്കൽ പോലും കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് പരാമർശിച്ചിട്ടില്ല. നമുക്കറിയാം, റെയിൽവേ ബഡ്ജറ്റ് നിർത്തലാക്കിയെങ്കിലും അതിനുള്ള കേന്ദ്രത്തിന്റെ ഫണ്ട് ജനറൽ ബഡ്ജറ്റിലാണ് വെക്കുന്നത്. അതിൽ പോലും ആ റെയിൽവേ ബഡ്ജറ്റിൽ പോലും നമുക്ക് കാണുന്നത് കേന്ദ്രം എന്ന് പറയുന്ന സംസ്ഥാനമില്ല. GSTയുടെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ കേരളം എന്നുള്ള സംസ്ഥാനമില്ല. ചുരുക്കം പറയട്ടെ, നമുക്കറിയാം, ഇന്ന് വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്ന എയിംസ് എന്ന് പറയുന്ന ആരോഗ്യ മേഖലയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയാലും അവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനമില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, 500-ൽ പരം പാവങ്ങൾ മരണമടഞ്ഞ ഒരു ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്രം എന്താണ് പറയുന്നത്? കേന്ദ്രം പറയുന്നത്, നിങ്ങൾക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അവിടെ ഈ 394 കോടി രൂപയുണ്ട്, അതിനകത്ത് 294 കോടി രൂപ അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നാണ്. അതൊക്കെ സാധാരണ രീതിയിൽ കേരളം പോലുള്ള സംസ്ഥാനത്തെ പലയിടങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരത്ത് മുതലപ്പുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ദുരന്തമുണ്ടായി. പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ദുരന്തമുണ്ടാകുമ്പോൾ, ചെറിയ ദുരന്തമുണ്ടാകുമ്പോഴും അതിന് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു കോപ്പസ് ഫണ്ടാണ് അത്, ദുരന്ത നിവാരണ ആ ഫണ്ട്. നമ്മൾ ഏതാണ്ട് 1500 കോടി രൂപ ചോദിച്ചപ്പോൾ ഒരു പൈസ പോലും തന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഞാൻ ഓർക്കുന്നത്, അന്നേ ദിവസം പാർലമെന്റ് നടക്കുകയാണ്. ആ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്, ആദ്യ ഘട്ടത്തിൽ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഏതാണ്ട് 50 പേരോളം മരണമടഞ്ഞു, 200-ൽ പരം ആളുകളെ കാണാനില്ല. വളരെ ഇന്ത്യ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ദുരന്തം കേരള സംസ്ഥാനത്ത് വയനാട്ടിൽ അവിടെ നടന്നപ്പോൾ അതൊന്ന് ചർച്ച ചെയ്യുവാൻ ഞാൻ ആവശ്യപ്പെട്ടു. അവിടെ ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട ചെയർമാൻ എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്, രാജ്യസഭയുടെ ചെയർമാൻ. ഞാൻ കൈകൂപ്പി പറഞ്ഞു, നിങ്ങൾ 2 മിനിറ്റ് തരൂ,
ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി ഇതിനൊരു മറുപടി പറയട്ടെ. വേറൊന്നുമല്ല, എന്ത് ചെയ്യാൻ കഴിയും, എന്ത് സഹായം എത്തിക്കുവാൻ കഴിയും, കേന്ദ്ര സേന എവിടെ എത്തണമെന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ തരില്ല. 42 മിനിറ്റ് ഞങ്ങൾ പോരാടി കേരളത്തിൽ നിന്നുള്ള എംപിമാർ. അതിനുശേഷം 30 സെക്കൻഡാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ തന്നത്. 500-ൽ പരം ആളുകൾ അവിടെ മരണമടഞ്ഞു എന്നും നമ്മൾ കരുതണം. ഇവിടെ ആ ദുരന്തമുണ്ടായി അതിന്റെ പിറ്റേ ദിവസം ചർച്ചകൾ നടത്തി. കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി വന്നു. അവിടെ ആശുപത്രികളിൽ പോയി, ക്യാമ്പുകളിൽ പോയി കൊച്ചു കുഞ്ഞിനെ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഹിന്ദിയിൽ പറഞ്ഞു, എന്താണ്, ഞാൻ ഉണ്ടാകും, കൂടെ എല്ലാ സഹായവും ഞാൻ എത്തിക്കും. ഭാഷ മനസ്സിലായില്ലെങ്കിലും മലയാളത്തിൽ കൂടെ നിന്നവർ പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുടുംബത്തിനും അവിടെയുള്ള ആളുകൾക്കും എത്രയോ സന്തോഷം വന്നു. പക്ഷെ ഇന്നുവരെ 1 രൂപ പോലും കൊടുക്കുവാൻ ഇന്ന് കേന്ദ്രം തയ്യാറായില്ല എന്ന് പറയുമ്പോൾ കൊടും ക്രൂരതയാണ് ഇന്ന് കേന്ദ്രം. അത് വയനാട്ടിലെ ജനങ്ങളോടല്ല, അത് കേരളത്തിലെ മുഴുവൻ ജനതയോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ്. ഒന്നൊരു വാക്കുകൾ ചുരുക്കട്ടെ. നമുക്കറിയാം, രാഷ്ട്രീയപരമായ ഒരു നേട്ടം ഇന്ന് BJPക്ക് കേന്ദ്രത്തിൽ ഭരിക്കുന്ന NDAക്കോ പ്രധാനമന്ത്രിക്കോ കേരളത്തിൽ ലഭിക്കില്ല. നമ്മൾ ബഡ്ജറ്റ് എടുത്തു നോക്കി. ആ ബഡ്ജറ്റ് എടുത്തു നോക്കിയപ്പോൾ 25,000 കോടി രൂപയാണ് ബീഹാറിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊടുത്തത്. ആന്ധ്രാപ്രദേശത്തില് അവിടുത്തെ സർക്കാരിന് കൊടുത്തത് 10,000 കോടി രൂപയാണ് ദുരന്ത നിവാരണ ഫണ്ടായിട്ട് കൊടുത്തത്. ഇവിടെ ചോദിച്ചത് 1,500 കോടി രൂപയാണ്. തുടക്കത്തിലെങ്കിലും ഒരു 100 കോടി രൂപയെങ്കിലും അവർക്ക് കൊടുക്കാമല്ലോ. അവിടെ എന്തുകൊണ്ട് കൊടുക്കുന്നു? കാരണം BJP സർക്കാരിന് താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ആന്ധ്രാപ്രദേശത്തിലെയും അതുപോലെ തന്നെ ബീഹാറിലുമുള്ള അവിടുത്തെ സർക്കാരല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിടിച്ച് കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ കഴിയൂ. അവിടെ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് പണം തരൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് അതൊരു തുരങ്കം വെക്കുന്നതാണ്. ഞാൻ ചുരുക്കട്ടെ, ഇവിടെ മറ്റു നേതാക്കന്മാരും സംസാരിക്കാം. ഇവിടെ ഏറ്റവും രൂക്ഷമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് കേരള യൂത്ത് ഫ്രണ്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും തന്നില്ലെങ്കിൽ ഞങ്ങൾ തീർന്നു പോകും, കേരള ജനത തീർന്നു പോകുമെന്ന് കരുതണ്ട. അതിശക്തമായ പ്രതിഷേധം, ഈ പ്രതിഷേധം ഏതെങ്കിലും ഭരണപക്ഷത്തുള്ള പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഏറ്റെടുത്ത് പോരാടേണ്ടതാണ്. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് തുടക്കം കുറിച്ച് കേരള യൂത്ത് ഫ്രണ്ടിനെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ടു ഈ ഈ പ്രതിഷേധത്തിന് ഞാൻ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ദയവായി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരണം. എല്ലാവർക്കും ആവശ്യമുള്ള പന്തൽ ദയവായി എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി ചൂരൽമലയും മുണ്ടക്കയും പൈസ നൽകാത്ത കേന്ദ്ര സർക്കാർ മണ്ണിനടിയിൽ കഴിഞ്ഞപ്പോൾ 56 നെഞ്ചു വിരിച്ച്
സൈക്കിൾ വന്നിറങ്ങിയിട്ട് നിങ്ങളെ കണ്ടു തുടങ്ങില്ലേ, നിങ്ങളെ കണ്ടു തുടങ്ങില്ലേ, നരേന്ദ്രമോദി തുടങ്ങില്ലേ, നരേന്ദ്രമോദി കണ്ടില്ലേ, എന്തോ അവഗണന, എന്തോ അവഗണന, നരേന്ദ്രമോദി മുർദാബാദ്, കേന്ദ്രഭരണം തുലയട്ടെ, കേന്ദ്രഭരണം തുലയട്ടെ, ഞങ്ങളുടെ പ്രിയരാം സോദരനവിടെ, ഞങ്ങളുടെ പ്രിയരാം സോദരനവിടെ, പണ്ടിനടിയിൽ പട്ടപ്പോൾ കണ്ടു മടങ്ങിയില്ലേ, മോദി ഭരണം തുലയട്ടെ, മോദി ഭരണം തുലയട്ടെ, വയനാടിന്റെ കർഷക മണ്ണ് ഇരുപത്തിയാക്കിപ്പോൾ പിടിക്കണം സോദരനെ കഴിയുമ്പോൾ അവരുടെ ലോട്ട പ്രതിഷേധങ്ങൾ, അവരുടെ ലോട്ട പ്രതിഷേധങ്ങൾ ആളിക്കത്തിപ്പരരുന്നു, ആളിക്കത്തിപ്പരരുന്നു. ഇവരോ ശക്തി സിന്ദാബാദ്, ഇവരോ ശക്തി സിന്ദാബാദ്, യൂത്ത് ബന്ധം സിന്ദാബാദ്, കേന്ദ്രഭരണം തുലയട്ടെ. ബഹുമാന്യനായ അലക്സ് കോഴിമല ഉൾപ്പെടെയുള്ള സജീവനായിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വയനാട്ടിലുണ്ടായ അതിഭീകരമായ ദുരന്തം അതിനെതിരെ കണ്ണടച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ സമരാഗ്നി, രോഷാഗ്നി യൂത്ത് ഫ്രണ്ട് ഇവിടെ പ്രകടിപ്പിക്കുമ്പോൾ കേരളത്തിലെ ജനത മുഴുവൻ അവരോട് ഒന്നുചേരുകയാണ്, അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ അവഗണന, ഈ രീതിയിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണന അത് നിർത്തലാക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ഫ്രണ്ടിൻ്റെ ഈ പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് പാർട്ടി സംസ്ഥാന ഓഫീസ് ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സ്റ്റീഫൻ ജോർജ് അവർ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ CH ചാഴികാടൻ ഈ പ്രതിഷേധ ജ്വാല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ നമ്മുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അവർ, യൂത്ത് ഫണ്ടിൻ്റെ ചുമതലയുള്ള ശ്രീ അലക്സ് കോഴിമല, പ്രിയപ്പെട്ട സാജൻ തുളുക, ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലോപ്പസ് മാത്യു സാർ, ബഹുമാനായ പാർട്ടി വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാഴികാടൻ, മറ്റ് യൂത്ത് ഫണ്ട് ഭാരവാഹികളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, ബഹുമാനായ പാർട്ടി ചെയർമാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂത്ത് ഫണ്ട് നടത്തുന്ന ഈ സമരം മാതൃകാപരമാണ്. കേരളത്തിൽ വർഷങ്ങളായി നമ്മൾ കാണാത്ത വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ നേതാക്കളെല്ലാം ആ ദുരന്ത ഭൂമി സന്ദർശിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ഡൽഹിയിൽ നിന്ന് നേരിട്ട് ആ ദുരന്ത ഭൂമിയിലേക്ക് വരികയുണ്ടായി. അവിടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം സന്ദർശിച്ചു. അവിടുത്തെ പാവപ്പെട്ട ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കെട്ടിപ്പിടിച്ചു, അവരെ ആശ്വസിപ്പിച്ചെല്ലാം ചെയ്തു. പക്ഷേ അന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രദേശത്തിന് ആവശ്യമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെ
ഒരു രൂപ പോലും അനുവദിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര ഗവൺമെന്റ് നിലപാട്, ആ നടപടി പ്രതിഷേധാർഹമാണ് എന്നതുകൊണ്ട് കേരള യൂത്ത് ഫണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരം ഒരു പരിപാടി ഗാന്ധി പ്രതിക്ക് മുമ്പാകെ ഇവിടെ പ്രതിഷേധ ജ്വാല ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ പ്രതിഷേധമാണ് ഈ മേഖല യൂത്ത് ഫണ്ടുകാർ ഉയർത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇത് പ്രതിഷേധിക്കണം. വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഉണ്ടായിരിക്കുന്ന സാഹചര്യം. രാത്രി വെളുപ്പിന് തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ എത്തി അവര് ബൂട്ടിട്ട് ചെളിമണ്ണിലൂടെ നടന്നത് മിച്ചം ഒരു രൂപ അനുവദിക്കാൻ കഴിയണ്ടേ? കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായ കേരള സംസ്ഥാനത്ത് ഈ അടുത്ത നാളിൽ എങ്ങും നടക്കാത്ത പോലൊരു വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിന് പരിഹാരമുണ്ടാക്കാൻ ചെറുവിരലനക്കാത്ത, ഒരു വാക്ക് പാലിക്കാത്ത, പ്രഖ്യാപനങ്ങൾ പാലിക്കാത്ത, മര്യാദ കാണിക്കാത്ത കേന്ദ്ര ഭരണത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, പഴയ സിനിമാ നടനാണ് സുരേഷ് ഗോപി. അദ്ദേഹം പത്രക്കാരെ കാണുമ്പോൾ ചാടി കടിക്കാൻ ചെല്ലുകയാണ്. എന്തെല്ലാം പറയുന്ന ഈയിടെ ഒരു പ്രസ്താവന നടത്തി. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടേ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫിസിക്സ് പഠിച്ചവനാണ്, ബയോളജി പഠിച്ചിട്ടുണ്ടാകും. ഒരു തന്തയ്ക്കല്ലാതെ എങ്ങനെ ജനിക്കാൻ കഴിയും? അത് എന്തൊരു ശാസ്ത്രമാണ് അദ്ദേഹം പറയുന്നത്. ഒരു തന്തയ്ക്ക് ജനിക്കാൻ കഴിയും. എങ്ങനെ ചെയ്താലും ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. മറ്റൊരു മാർഗം ഇന്ന് വരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്തരം പ്രസ്താവന നടത്തി ആളുകളെ ആക്ഷേപിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ട സുരേഷ് ഗോപി ഇത്തരം വിഡിതെല്ലാം വിളിച്ചു പറയാതെ മന്ത്രിയല്ലേ ഡൽഹിയിൽ പോയി ആ പ്രധാനമന്ത്രിയെ കണ്ട് കാല് പിടിച്ചെങ്കിലും ഈ പാവപ്പെട്ട പ്രദേശത്തെ ആളുകൾ സ്വന്തമായ എല്ലാവരും നഷ്ടപ്പെട്ടവരുണ്ട്, കൈകാലുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. നമുക്കറിയാം ഇത്രയോ ഭീകരമായിരുന്നു. മരണപ്പെട്ട ആളുകളുടെ കാല് മാത്രം, കൈ മാത്രം, അങ്ങനെ ശരീരത്തിന്റെ അവയവം മാത്രം കിട്ടി അത് ബറിയൽ ചെയ്ത സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. ഇത്ര ദുഃഖകരമായ വലിയൊരു സംഭവം ഉണ്ടായിട്ട് ദേശീയ ദുരന്തമായി. ഇതിനെ പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും നിയമമില്ലെന്നും ഒക്കെയാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. നിയമമില്ലേ ഉണ്ടാക്കണം. പാവപ്പെട്ട ആളുകളുടെ ജീവനും സ്വത്തിനും വില കൊടുക്കുക, അതാണല്ലോ ഭരണഘടന പറയുന്ന സുപ്രധാനമായ കാര്യം. ഭരണഘടനയിലെ 100 IPC 100 103 IPCB BNS ആയി വക്കീൽ സാറിനൊക്കെ അറിയാം. 100 103 മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമാണ്. ഈ നിയമങ്ങൾക്ക് പിന്നെ എന്ത് നിയമമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന ഈ തെറ്റായ നയം, കേരളത്തോട് കാണിക്കുന്ന അവഗണന, ഇവിടെ ബഹുമാനായ പാർട്ടി ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരി കോരി കൊടുക്കുമ്പോൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള സംസ്ഥാനം ആ സംസ്ഥാനത്തിന് ആവശ്യമായ സഹായം നൽകാതിരിക്കുക എന്നുള്ളത് ദുഃഖകരമാണ്. അതിൽ പ്രതിഷേധിച്ച യൂത്ത് ഫണ്ടിനെയും അതിന്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ ചാഴികാടിനെയും മറ്റ് ഭാരവാഹികളെയും ഇതുമായി സഹകരിച്ച എല്ലാ പാർട്ടി ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ലോപ്പസ് മാത്യു സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് ശ്രീ ചാഴികാടൻ, വേദിയിലുള്ള അലക്സ് ഒരുമല, പ്രിയമുള്ള സാജൻ ദുർഗ, ബഹുമാനായ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയമുള്ള സ്റ്റീഫൻ ജോർജ് XMLA, വേദിയിലും വേദിക്ക് മുമ്പിലുമുള്ള ബഹുമാന്റെ പ്രിയങ്കരമായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രോക്ഷം അത് അഗ്നിയായി ജനിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഏതാനും നിമിഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ രോക്ഷാഗ്നി യഥാർത്ഥ കേരളത്തിൻ്റെ രോക്ഷമാണ് പ്രതികരിക്കുന്നത്. ഇത് കോട്ടയത്ത് ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ഈ അഗ്നി ഇവിടെ ജ്വാലയായി വരുമ്പോൾ ഇത് കേരളത്തിൻ്റെ പ്രതിഷേധമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള, കേരള യൂത്ത് ഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് അഗ്നിയായി, ജ്വാലയായി, രോക്ഷ അഗ്നിയായി ഇവിടെ ജ്വലിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ മനസ്സാണ്. കേരളത്തിലെ 3,40,00,000 ജനങ്ങളുടെ മനസ്സിലെ അഗ്നിയാണ് ഇവിടെ ജ്വലിപ്പിക്കാൻ കേരള യൂത്ത് ഫണ്ട് ശ്രീ ചാഴികാട് നേതൃത്വം ശ്രമിക്കുന്നത്, കേരള കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത്. ഇവിടെ നേതാക്കന്മാരെ സൂചിപ്പിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ അവഹേളിക്കുന്ന, അവരെ ഒരു തരത്തിലും പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു കേന്ദ്ര ഗവൺമെന്റ് ഈ ഭരണ സംവിധാനത്തിൽ രാജ്യം കണ്ടിട്ടില്ല ഇതുവരെ. അത്രമാത്രം ദയനീയമായി കേരളത്തോട് വിരോധം കാണിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്
നമുക്കറിയാം, ഒരു ഗവൺമെന്റിന്റെ പ്രഥമവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കുകയാണ്. ഇവിടെ മഹാദുരന്തമുണ്ടായി കേരളത്തിലെ ഏറ്റവും വളർന്നതായിട്ടുള്ള പ്രദേശമായ വയനാട്ടിൽ ജനങ്ങളുടെ ജീവൻ, നൂറുകണക്കിന് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ആ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ, പരിക്കേറ്റ ആളുകൾ, അവരുടെ കുടുംബങ്ങൾ അവരിന്ന് ഏറ്റവും വേദനാജനകമായി നിൽക്കുകയാണ്. ഇത് ഒരു ദിവസം നമ്മൾ കണ്ടതല്ല, ഒരാഴ്ച നമ്മൾ കണ്ടതല്ല, ഒരു മാസം നമ്മൾ കണ്ടതല്ല. ആഴ്ചകളായി, മാസങ്ങളായി ഉണ്ടക്കയറ്റു ചൂരമല പ്രദേശങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ക്രോസ് സെക്ഷൻ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും, മുഴുവൻ എല്ലാ തലത്തിലുമുള്ള ആളുകളും അവിടെ ചെന്ന് ആ വിഷയത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് നേരിട്ടത് കണ്ടു. വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടാണ് ഈ രാജ്യം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ കണ്ടത്, മീഡിയ കണ്ടത്, പത്രങ്ങളെ കണ്ടത്. പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ഓരോ ദിവസവും നമ്മൾ കടന്നു വരുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷ, പാർലമെന്റ് കൂടും പ്രതീക്ഷ, കേന്ദ്ര മന്ത്രിസഭ കൂടും പ്രതീക്ഷ. ഒരു പ്രതീക്ഷ ഫലവത്തായത് മാത്രമല്ല, ഒരു രൂപ പോലും കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ആത്യന്തികമായി, ആധികാരികമായി, ഭരണഘടനാപരമായി, നിയമപരമായി നമുക്ക് കിട്ടേണ്ട വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര ബഡ്ജറ്റിൽ, കേന്ദ്രത്തിന്റെ ഭരണ സംവിധാനത്തിൽ രാജ്യത്തുണ്ടാകുന്ന ദുരന്തം, ആ ദുരന്തങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്, നിയമപരമായി അവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയം സ്വമേധയാ കേസെടുക്കുകയും ആ കേസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അംബേദ്കർ കുറിയെ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന ഹൈക്കോടതി വിഷയങ്ങൾ പഠിച്ച് ആ കുറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഫണ്ട് കൊടുക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിവിധ വശങ്ങൾ ചർച്ച കൊണ്ടിരിക്കുന്നെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പക്ഷേ ഈ നിമിഷം വരെ ഒരു രൂപ ലഭിച്ചിട്ടില്ല. തീർച്ചയായും ഏറ്റവും പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന്റെ പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുരന്തം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. ആ വിഷയത്തിൽ നമുക്കറിയാം, ഇവിടെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഓരോ വർഷവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളം ദുരന്തം നേരിടുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ മഹാദുരന്തമുണ്ടായിട്ടും ഒരു ഗവൺമെന്റ്, ഒരു കേന്ദ്ര ഗവൺമെന്റ് അല്പം പോലും കരുണില്ലാതെ പെരുമാറുന്ന സന്ദർഭത്തിൽ ഇത് പ്രതിഷേധിക്കേണ്ട വസ്തുതയാണ്. ആ പ്രതിഷേധിക്കേണ്ട കാര്യം കേരള യൂത്ത് കൊണ്ട് സധീരം ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ യൂത്ത് കൊണ്ട് പ്രസിഡന്റ് ശ്രീ ചാഴികാട് നേതൃത്വത്തിൽ മറ്റു നേതാക്കന്മാരുടെ പ്രധാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ തന്നെ നേരിട്ട് വന്ന് ഈ സമരം അല്ലെങ്കിൽ ഈ രോക്ഷാഗ്നി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ആ പ്രദേശത്ത് ആദ്യം പോയത് കേരള കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും അതിന്റെ ചെയർമാനുമാണ്. എല്ലാ തരത്തിലും, എല്ലാ അർത്ഥത്തിലും, എല്ലാ രീതിയിലും ആ മഹാദുരന്തം നയിക്കാൻ പഠിച്ച കേരള കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഇതുവരെ ഒരു രൂപ പോലും ലഭിക്കാതെ പ്രതിഷേധം അറിയിക്കുകയാണ്. കോട്ടയത്തെ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉണ്ടാവും. കേരളത്തിലെ പ്രതിഷേധമാണ്, ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം ഈ രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും യൂത്ത് ഭാരതികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, എന്നെ കേട്ട നിങ്ങളൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന നമസ്കാരം. ഭാരതം ജയിക്കണം. അധികം പ്രസംഗങ്ങളില്ല എങ്കിലും പ്രിയപ്പെട്ട നമ്മുടെ പാർട്ടി സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട ജോസഫ് ചാമക്കാലയെ ക്ഷണിക്കും. പ്രിയപ്പെട്ട ഈ സമര പരിപാടിയുടെ അധ്യക്ഷൻ, കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ചാഴികാടൻ, പ്രിയപ്പെട്ട പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രൊഫസർ ലോപ്പസ് മാത്യു സാറ്, യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ചാർജ് വഹിക്കുന്ന അലസ് കോഴിമൽ സാർ, പ്രിയപ്പെട്ട സാജൻ തൊടുക, പ്രിയപ്പെട്ട യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ ഔസേപ്പച്ചൻ വാളിപ്പാക്കൽ, പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OPCR ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കമ്മിറ്റി ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുക. കാരണം ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന, അല്ല കേരള സംസ്ഥാനം ഉറ്റുനോക്കിയ വയനാട് ദുരന്തത്തിൽ എല്ലാവരും കൊട്ടിഘോഷിച്ചുകൊണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വയനാട് ദുരന്ത പ്രദേശത്തെ സന്ദർശിക്കുകയുണ്ടായി. ഒരു കാര്യം പറഞ്ഞാൽ,
ഈ സിനിമാ നടന്മാർക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. നല്ല നടനുള്ള അവാർഡും അതോടൊപ്പം തന്നെ സഹനടനുള്ള അവാർഡ് കൊടുക്കാറുണ്ട്. അതിന് അർഹതയുള്ള രണ്ട് പേരാണ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നല്ല നടനുള്ള അവാർഡും അതേപോലെ തന്നെ സഹനടനുള്ള അവാർഡ് ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കൊടുക്കേണ്ടതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ചാനലിലൂടെയൊക്കെ പത്രത്തിലൂടെയൊക്കെ നമ്മൾ എല്ലാവരും കാണുകയുണ്ടായി. എല്ലാവരും എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, വയനാടിനെ ഞങ്ങൾ കൈവഴിയില്ല, വയനാട്ടിലെ ജനങ്ങളോടൊപ്പമാണ് BJP സർക്കാർ എന്ന് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പറയുകയുണ്ടായി, ഒരു കാരണവശാലും കേരളത്തിലെ വയനാട്ടിൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പൈസ പോലും കൊടുക്കുവാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുവെങ്കിൽ അത് കേരള ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ഓർക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി, പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി ഇവിടെ സൂചിപ്പിച്ചല്ലോ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അവിടെ വയനാടായാലും ശരി തന്നെ മറ്റേത് മേഖലയിൽ കൃഷിക്കാരന് അല്ലെങ്കിൽ സാധാരണക്കാരന് വിഷയമുണ്ടാകുമ്പോൾ ആ പ്രദേശത്തൊക്കെ ആദ്യമായി ഓടിയെത്തുന്നു എങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ 64 മുതൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത KM മാണി സാറിന്റെ അതേ പാത തുടർന്നുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവന്റെ വിഷമത്തിൽ പങ്കുചേരുവാൻ കേരളത്തിന്റെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അതിഗായനായി നിൽക്കുന്ന പ്രിയങ്കരനായ ശ്രീ ജോസ് കെ മാണി വയനാട്ടിലും അതോടൊപ്പം തന്നെ മറ്റുള്ള മേഖലകളിലും കൃഷിക്കാരുടെ വിഷയങ്ങൾ വന്നപ്പോൾ ഇടുക്കിയിലും വയനാട്ടിലും കോഴിക്കോടും ഒക്കെ ഓടിയെത്തുവാൻ കാണിച്ച ആ സന്മനസ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരള യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഈ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും സംഘടിപ്പിക്കാത്ത ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദിവസങ്ങളോ മാസങ്ങളോ എടുത്ത പരിപാടിയല്ല, ഒറ്റ ദിവസം 2 ദിവസം കൊണ്ട് ഇത്രയും ആളുകളെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു സമരത്തിന് രൂപം കൊടുത്ത യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുക. നമുക്കറിയാം, ഇവിടെ ഏതാണ്ട് 5 മണിക്ക് നമ്മുടെ പാർട്ടി ഓഫീസിൽ വന്ന യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകർ അവിടെ നിൽക്കുന്നത്. നമുക്ക് അവർക്ക് എല്ലാവർക്കും സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം കേരള കോൺഗ്രസ് പാർട്ടി അസന്നിഗ്ധമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള നെറികേടിനെതിരെ, വഞ്ചനയ്ക്കെതിരെ കേരളത്തിലെ കാലാകാലങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും ആ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി നാളുകളിൽ യൂത്ത് ഫ്രണ്ടും കേരള കോൺഗ്രസ് പാർട്ടിയും നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച ഈ സമര പരിപാടിക്ക് എല്ലാ ഭാവങ്ങളും എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി കാലങ്ങളായി ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ ഓഫീസർ ജനറൽ സെക്രട്ടറി ഔസഫിനുണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. യൂത്ത് ഫ്രണ്ടിന്റെ സഹ ചുമതലയുള്ള പാർട്ടി സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പ്രിയപ്പെട്ട സാജൻ തുറകിയെ ക്ഷണിക്കുകയാണ് ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത്. ഏറ്റവും പ്രിയങ്കരനായ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ചാഴികാടൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ജോർജ് എക്സ്, പ്രിയപ്പെട്ട ഞങ്ങളുടെ യൂത്ത് ഫ്രണ്ടിന്റെ ചാർജുള്ള പ്രിയപ്പെട്ട അലക്സ് സാറ്, പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസർ ലോപ്പസ് മാത്യു സാറ്, പ്രിയപ്പെട്ട ജോസഫ് ചാമക്കാല, പ്രിയപ്പെട്ട യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട കുഴിഞ്ഞാലി ഉൾപ്പെടെയുള്ള യൂത്ത് ഫ്രണ്ടിന്റെ ഓഫീസർ സെക്രട്ടറി ശ്രീ ഷെയ്ഖ് ഇപ്പോൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സുഹൃത്തുക്കളെ, നമുക്കറിയാം കേരള യൂത്ത് ഫ്രണ്ട് ചരിത്രപരമായ ഒരു സമരത്തിലേക്കാണ് ഇന്ന് പോയിരിക്കുന്നത്. ആദരണീയ പാർട്ടി ചെയർമാൻ ഇവിടെ വന്ന ഈ സമര ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇന്ന് കേരള യൂത്ത് ഫ്രണ്ട് പ്രിയപ്പെട്ട ശ്രീ ചാഴിക്കാടിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിന്റെ മുമ്പിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് വയനാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നടത്തിയ ഈ സമരം കേരളം മുഴുവൻ രാഷ്ട്രീയം നോക്കാതെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട്
ചരിത്രപരമായ സമരത്തിന് തുടക്കം കുറിക്കുവാൻ കേരള യൂത്ത് ഫ്രണ്ട് കാണിച്ച ചങ്കൂറ്റത്തെ അനുമോദിച്ചുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ ഈ സമര രോഷാഗ്നിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ വാരിപ്ലാക്കൽ. ഈ സമര പരിപാടിക്ക് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാഴികാടൻ, കേരള കോൺഗ്രസ് പാർട്ടിയുടെയും യൂത്ത് ഫ്രണ്ടിന്റെയും പ്രിയങ്കരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, മലയാളികളായ നമ്മളും ഇന്ത്യക്കാരാണ് എന്ന് വിളിച്ചറിയിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ നയങ്ങൾ നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായങ്ങൾ എത്തിക്കുമ്പോൾ കേരളത്തെ പാടെ അവഗണിക്കുന്ന അതിദാരുണമായ കാഴ്ചയാണ് നമ്മൾ ഏതാനും നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വയനാട്ടിലെ ദുരന്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സംസ്ഥാനത്ത് സമീപകാലത്തുണ്ടായ എല്ലാ പ്രകൃതി ദുരന്തങ്ങളുണ്ടായപ്പോഴും ഇവിടെ ഉണ്ടായ മുഴുവൻ ദുരന്തങ്ങളിലും യാതൊരു വിധത്തിലുള്ള സഹായവും നൽകുവാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. നമ്മെ പാടെ അവഗണിക്കുന്ന മലയാളികൾ ഇന്ത്യയുടെ ഒരു ഭാഗമാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണവുമായിട്ടാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയുള്ള കടുത്ത പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ യൂത്ത് ഫ്രണ്ട് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ 27 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം അർഹമായ വിഹിതം നൽകുമ്പോൾ കേരളത്തോട് മാത്രം കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇന്ന് ഈ നഗരത്തിൽ ഉയർന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും യൂത്ത് ഫ്രണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള അതിശക്തമായ സമരങ്ങളുമായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്ന യൂത്ത് ഫ്രണ്ടിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത മുഴുവൻ നേതാക്കന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹിതരെ, നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റുമാരൊക്കെയും ഈ സമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്തതായി അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ പ്രിയപ്പെട്ട ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോനെ ക്ഷണിക്കുന്നു. തുടർന്ന് നമ്മുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജോഷുവ ഒക്കെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട ജോമോൻ പൊടിപാറ സംസാരിക്കും. ഈ യുവ രോഷാഗ്നിയുടെ അധ്യക്ഷൻ, ഏറെ ബഹുമാന്യനായ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ചാഴികാടൻ, വേദിയിലായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോടിമല സാർ, പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഏറെ ബഹുമാന്യായ പ്രൊഫസർ ലോപ്പസ് മാത്യു സാർ, പ്രസ്ഥാനത്തിന്റെ ഓഫീസർ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഷെയ്ഖ് അബ്ദുള്ള, ഏറെ ബഹുമാന്യായ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ജോസഫ് ചാമക്കാല, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട മുൻ യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ സാജൻ തൊടുക, പാർട്ടി ഓഫീസർ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ വാരിപ്ലാക്കൽ, ഏറെ സ്നേഹം നിറഞ്ഞ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, സംസ്ഥാനത്തെ വിവിധങ്ങളായ ജില്ലാ പ്രസിഡന്റുമാർ, ഏറെ ബഹുമാനരായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ, കോട്ടയത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, വലിയ രീതിയിലുള്ള അഭിമാനത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ അഗ്നിയിൽ, യുവ രോക്ഷാഗ്നിയിൽ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. പ്രത്യേകമായി നമുക്കറിയാം, വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരക്കയിലും ഉണ്ടായ ദുരന്തവും ആ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ആ ജനത അനുഭവിച്ച കണ്ണുനീരും ദുരിതവുമെല്ലാം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം 13-ാം തീയതി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അന്ന് ആ വാർഡിൽ നിന്നും വോട്ട് ചെയ്യുവാനായി എത്തിയത് ആകെ 17 പേർ മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ ഇന്ന് ജീവനോടെ ഇല്ല. അല്ല എങ്കിൽ അവർക്ക് ശാരീരികമായി മുൻപോട്ട് വരുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ്. അത്തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ ദേശത്തെ ഒന്നാകെ, പ്രത്യേകിച്ച് മനുഷ്യ മനസാക്ഷിയുള്ള, ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒന്നും പേരിലല്ല, ഭാഷയുടെ പേരിലല്ല, വർഗത്തിന്റെ പേരിലല്ല, മനസാക്ഷിയുള്ള ഏവരുടെയും കണ്ണ് നനച്ച വലിയൊരു ദുരന്തമായിരുന്നു വയനാട്ടിൽ ഉണ്ടായി വന്നത്. അവിടെ
വിമാനത്തിൽ പറന്നിറങ്ങി ആശുപത്രിയിലെത്തി PR ടീമിനെ കൊണ്ട് കുറെ വീഡിയോയും ഫോട്ടോയും എടുത്ത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച് പറ്റിച്ചതുപോലെ തന്നെ കേരളീയരെയും മലയാളികളെയും പറഞ്ഞു പറ്റിച്ച നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിനെതിരെയുള്ള താക്കീതായി യുവരോക്ഷാഗ്നി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം മണിപ്പൂരിന്റെ ദുരന്തം. ഇന്നും മണിപ്പൂർ ദുരിതത്തിലാണ്. മണിപ്പൂരിലെ കുങ്കി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ, ആ മനുഷ്യർ ഇന്ന് വലിയ വേദനയിലാണ്. അവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെയും BJPയുടെയും ന്യൂനപക്ഷങ്ങളോടുള്ള തെറ്റായ സമീപനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭരണകക്ഷിയിലെ പ്രമുഖ ഘടകകക്ഷിയായ NPP പോലും അവരുടെ പിന്തുണ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും അന്ത്യത്തിന്റെ തുടക്കമായിരിക്കുകയാണ്. യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റിനെയും ഏറെ ബഹുമാനപ്പെട്ട സുരേഷ് ചാഴികാടനെയും പ്രിയപ്പെട്ട സംസ്ഥാന നേതാക്കന്മാരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടും ഈ നാട്ടിലെ നല്ലവരായ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും വയനാട്ടിലെ പ്രിയപ്പെട്ടവർ ദുഃഖത്തിൽ അവരോട് കൂടെ ആയിരിക്കുമെന്ന് ഉറപ്പും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ചാഴികാടൻ, പ്രിയപ്പെട്ട ചെയർമാൻ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, ഞങ്ങളുടെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ, നമ്മൾ ഇന്നൊരു തുടക്കം കുറിച്ചത് അത് യൂത്ത് ഫ്രണ്ട് ചരിത്രമായി മാറി. കൂടപ്പുറപ്പുകൾക്കുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. ആ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയത്തിന് കിട്ടണം. അത് കഥകളായിട്ടല്ല, ഫോട്ടോഷൂട്ടുകളായിട്ടല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം, വീട്, അതുപോലെ തന്നെ അവരുടെ എല്ലാ വക സ്വത്തിനുമുള്ള സംരക്ഷണത്തോട് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയാണ്. നിങ്ങൾ തിരിക്കുന്ന കണ്ണുകൾ നിങ്ങളെ വലിച്ചെറിയാൻ ഞങ്ങൾക്ക് പ്രചോദനമായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്തിന് സമ്മേളനത്തിന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനും ഒറ്റ വാക്കിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിനും വേണ്ടി പ്രിയങ്കരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിറ്റു വൃന്ദാവനെ ക്ഷണിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷൻ ജനപ്രിയമായ ശ്രീ ചാഴികാടൻ, യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആരാധനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി സാർ, കൂടെ വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ യൂത്ത് ഫ്രണ്ടിന്റെയും പ്രിയങ്കരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഇവിടെ എല്ലാവരും തന്നെ കൃത്യമായ രാഷ്ട്രീയവും നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കേരള ജനതയെ ചേർത്ത് പിടിക്കുമെന്നും നമ്മുടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്തായിരിക്കും ഇനി വയനാട്ടിനെ പുനരുദ്ധരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നാളിതുവരെയായിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും യാതൊരു സഹായവും ഇതുവരെ കിട്ടില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര ദാരുണമായി ഒരു സംസ്ഥാനത്തോട് അനീതി ചെയ്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് ഫ്രണ്ട് ഇനി കേന്ദ്ര സഹായം കിട്ടുന്നത് വരെ ഒരു വലിയൊരു സമര പരിപാടിയുമായി മുന്നോട്ട് വന്നേക്കുകയാണ്. ഈ വൈകിയ വേളയിൽ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാഴികാടൻ, അതോടൊപ്പം തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആദരണീയ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി സാറ്, കൂടാതെ ഇവിടെ എത്തിയ മുഴുവൻ നേതാക്കന്മാർക്കും, അതോടൊപ്പം ഇവിടെ പങ്കെടുത്ത യൂത്ത് ഫ്രണ്ടിന്റെയും മറ്റു പാർട്ടിയുടെ എല്ലാ ഭാരവാഹികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമരസായാഹ്നം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.